നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് വരുന്ന സമയത്തുള്ള ഡൗട്ടാണ് ലാപ്ടോപ്പ് നാട്ടിൽ നിന്ന് മേടിക്കണോ അതോ ജർമ്മനിയിൽ വന്നിട്ട് മേടിക്കണോ എന്നുള്ള കാര്യം. ആൽബിൻ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആൽബിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ നാട്ടിൽ നിന്ന് ലാപ്ടോപ്പ് മേടിക്കുന്നതാണോ നല്ലത് അതോ നമ്മൾ ഇവിടെ വന്നിട്ട് ലാപ്ടോപ്പ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്? പറയുവാണെങ്കിൽ അത് ഡിപ്പെൻസ് ആയിരിക്കും. അതിപ്പം കുട്ടികളുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളിലും അനുസരിച്ചിരിക്കും. പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, അവിടെ ഇവിടെയായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. പിന്നെ ഇവിടെ സ്റ്റുഡൻസിന് ഇത്ര ശതമാനം ഓഫർ, സ്റ്റുഡൻസിനുള്ള ഓഫേഴ്സ്, പിന്നെ പ്ലസ് അതല്ലാണ്ട് ഇപ്പം ഒരുമിച്ച് പൈസ അടക്കം ഇല്ലാത്ത സ്റ്റുഡൻസിന് അവർക്ക് പ്രോപ്പറായിട്ടുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ, അതേപോലെ ഒരു ജോബ് കോൺട്രാക്ട്, മന്ത്ലി ഇൻകം എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബിന്റെ കോൺട്രാക്ട് മതി, എന്തായാലും കുഴപ്പമില്ല. അതായത് നമ്മുടെ എമൗണ്ടിലേക്ക് ഇനിയിപ്പം പാർട്ട് ടൈം ജോബ് കോൺട്രാക്ട് ഇല്ലാത്തവർക്ക് പോലും നമ്മൾ ഈ ബ്ലോക്ക് എമൗണ്ട് വരുന്ന ഈ എമൗണ്ട് കാണിച്ചാൽ മതി. അതായത് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ ക്രെഡിറ്റ് ആകുന്നുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു 100 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ല ചിലപ്പോൾ അതിലും കുറവ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി വെച്ചിട്ട് 0 ഇൻട്രസ്റ്റ് റേറ്റിൽ പോലും ഇതേപോലെ EMI ആയിട്ട് ലാപ്ടോപ്സോ ഫോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് ഇപ്പോൾ അവിടുന്ന് 30,000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് വന്നു ഇവിടെ വന്ന് ഉപയോഗിച്ച് ഒരു 6 മാസം കഴിയുമ്പം അത് കംപ്ലൈൻ്റ് ആയി. ചിലപ്പോൾ നാട്ടിലുള്ള ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ വാലിഡായി കിട്ടണമെന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും കൺട്രീസ് ഡിഫറൻസ് ആയതുകൊണ്ട് ചിലപ്പം കിട്ടണമെന്നില്ല. പിന്നെ മറ്റൊന്നാണ് നമുക്കറിയാം കീബോർഡിൽ ജർമ്മൻ കീബോർഡ് ഡിഫറൻസ് വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് മേടിക്കുന്ന ലാപ്പിൽ നമുക്ക് അത് ആയതുകൊണ്ട് ആ ഒരു ബട്ടൺസ് അവൈലബിലിറ്റി ഇല്ല. അത് നമ്മൾ എക്സ്റ്റേണൽ കീബോർഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. അപ്പം ആൽബിന്റെ സജഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഓൾറെഡി ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് കൊണ്ടുവരട്ടെ. ഇല്ലാത്തവരും പുതിയതായിട്ട് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ ഫ്യൂച്ചറിലേക്കും കൂടെ ഈ 1.5 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ബാച്ചിലേഴ്സിനല്ല ശേഷം ജോബിനും കൂടെ ഉപകരിക്കുന്ന രീതിയിൽ നല്ലൊരു ലാപ്പ് മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതെ. ഓക്കെ, താങ്ക് യു ആൽബിൻ.